ഹായ് ഹലോ അസ്സലാമലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് നമുക്കൊരു ബീഫ് ഫ്രൈ ഉണ്ടാക്കാം. നല്ല സൂപ്പർ ടേസ്റ്റിലുള്ള നല്ലൊരു ബീഫ് ഫ്രൈ ആണ്. ഉള്ളൊക്കെ നല്ല ജ്യൂസി ആയിരിക്കുന്ന, നല്ല പുറമേ നല്ല ക്രിസ്പിയായ നല്ലൊരു ബീഫ് ഫ്രൈ നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ വാങ്ങിക്കുന്നതിനേലും നല്ല ടേസ്റ്റുള്ള നല്ലൊരു ബീഫ് ഫ്രൈ ആണ്. ബീഫ് വാങ്ങിക്കുമ്പോൾ ഇതുപോലെയൊക്കെ ഒന്ന് എല്ലാവരും ഉണ്ടാക്കി നോക്കണം. അത്രയ്ക്ക് ടേസ്റ്റാണ്. കഴിച്ചാലും മതി വരില്ല. അത്രയ്ക്കും ടേസ്റ്റാണ്. എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അതിനായിട്ട് ഞാൻ 1 കിലോ ബീഫ് എടുത്തിട്ടുണ്ട്. ബീഫ് നല്ലതുപോലെ കഴുകി വെള്ളമൊക്കെ കളഞ്ഞ് വെച്ചിട്ടുണ്ട്. എല്ലില്ലാത്ത ബീഫാണ് എടുക്കേണ്ടത്. എല്ലും നെയ്യൊന്നും അധികം പാടില്ല. എല്ലൊട്ടും വേണ്ട. കുറച്ച് നെയ്യൊക്കെ ഉണ്ടായാലും കുഴപ്പമില്ല. അത് നല്ലപോലെ കഴുകിയതിന് ശേഷം വെള്ളമെല്ലാം കളഞ്ഞിട്ട് അത് കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, കാശ്മീരി മുളക് പൊടിയാണ് ഇട്ട് കൊടുത്തേക്കണം. അതുകൊണ്ട് അധികം എരിവ് ഉണ്ടാവില്ല. ആവശ്യത്തിനുള്ള ഉപ്പും നിങ്ങൾക്ക് എരിവ് നല്ലതുപോലെ എരിവ് വേണമെങ്കിൽ 1 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടിയും 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് അതെല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് വേവിക്കാനായിട്ട് വെക്കണം. അത് കുക്കറിലിട്ട് വേവിച്ചിട്ടുണ്ട്. അധികം വെന്ത് വരണ്ട. വെള്ളം ഒട്ടും ഒഴിക്കാതെ വേണം ഇത് വെക്കാനായിട്ട്. ഇത് ബീഫിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പം ഇത് ഒരു 80% വെന്താൽ മതി. ബാക്കി ഫ്രൈ ആകുമ്പം അതിൽ കിടന്ന് നല്ലതുപോലെ വെന്ത് കിട്ടിക്കോളും. നല്ല ചൂടാണ്. ഇത് നല്ലോണം വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ട് ബീഫിൽ നിന്ന്. ഇത് ഇനി വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കണം. അപ്പോൾ നല്ല വെന്തിട്ടുണ്ട്. ഇനി അടപ്പിൽ തന്നെ വെച്ചിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് വെള്ളമൊക്കെ വറ്റിയിരിക്കണം. അപ്പോൾ ഒന്നും കൂടെ മസാല ഇത് പിടിക്കും. വെള്ളത്തിൽ കൂടെ ആകുമ്പോൾ മസാല പിടിക്കില്ല. അപ്പോൾ ഈ വെള്ളമൊക്കെ നല്ലതുപോലെ ഒന്ന് വറ്റിച്ചെടുക്കണം. ഒന്ന് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കരുത്. അതവിടെ വെള്ളം വറ്റിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്കൊരു മസാല ഉണ്ടാക്കാനായിട്ട് ഒരു 5 വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ട് അത് ചെറുതായി കട്ട് ചെയ്തേക്കണേണ് അത് അരയാനായിട്ട്. ഒരു 5-10 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. കുറച്ച് കറിവേപ്പില. ഇതെല്ലാം കൂടെ ഒന്ന് തരിതരിപ്പായി ഒന്ന് അരച്ചെടുക്കണം. മിക്സിയിൽ ജാറിലിട്ട് ഒന്ന് അരച്ചെടുക്കണം. അതിൻ്റെ കൂടെ 1 ടീസ്പൂണ് പെരിഞ്ജീരകം ഉണ്ട്. നല്ല ജീരകമല്ല, 1 ടീസ്പൂൺ പെരിഞ്ജീരകവും 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും കുറച്ച് കറിവേപ്പിലയും കൂടെ നല്ലതുപോലെ ഒന്ന് തരിതരിപ്പിലോ അത് പൊടിച്ചെടുത്തിട്ട് അത് ഇപ്പോൾ ബീഫിലുണ്ടായ വെള്ളമെല്ലാം നല്ലോണം വറ്റി കുറച്ച് ചൂടാറിയിട്ടുണ്ട്. എന്നിട്ട് അത് അതിലേക്കാണ് ഈ നമ്മൾ പൊടിച്ചെടുത്ത ആ മുളകിൻ്റെ ഇതൊക്കെ ഇട്ട് കൊടുത്തത്. എന്നിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും കൂടി ഇട്ടെടുത്ത് എല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. വേറൊരു പാത്രത്തിൽ ഇട്ടിട്ട് വേണമെങ്കിൽ മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. സമയമില്ലെങ്കിൽ ഉടനെ തന്നെ ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇത് ഫ്രൈ ചെയ്യാനായിട്ട് ഇടാം. വെളിച്ചെണ്ണയിൽ തന്നെ ഫ്രൈ ചെയ്യണം, എന്നാലാണ് ഇതിൻ്റെ ടേസ്റ്റ്. വെളിച്ചെണ്ണ ഒന്ന് നല്ലോണം ചൂടായി വരുമ്പം ഇത് പകുതിച്ച് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് മറിച്ചിട്ടിട്ട് തിരിച്ചൊക്കെ ഇട്ട് എടുത്തണം. തീ നല്ലോണം കൂട്ടി വെക്കരുത്, കരിഞ്ഞു പോകും. എല്ലാം 2 പ്രാവശ്യമായിട്ട് എല്ലാം കൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ആ വെളിച്ചെണ്ണയിലേക്ക് തന്നെ ഒരു സവാള നേരിയതായി കട്ട് ചെയ്തതും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് നല്ലതുപോലെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം. ഇതിലേക്ക് വേണമെങ്കിൽ ഇടിച്ച മുളക് 1 ടീസ്പൂണോളം ഇട്ട് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടെ ഇതിലേക്ക് ഫ്രൈ ചെയ്തതിലേക്ക് കോരിയിടണം. എന്നിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. നല്ല ടേസ്റ്റുള്ളൊരു ബീഫ് ഫ്രൈ ആണ്. ഇത് കഴിച്ചാലും പിന്നെയും ഇതുപോലെ തന്നെ നമുക്ക് ഉണ്ടാക്കി കഴിക്കാൻ തോന്നും. അത്രയ്ക്ക് ടേസ്റ്റാണ് ഇതിന്. പൊറോട്ടയുടെ കൂടെയൊക്കെ നല്ല ടേസ്റ്റായിരിക്കും ഇത് കഴിച്ച് കഴിഞ്ഞാൽ. നെയ്ച്ചോറിൻ്റെ കൂടെയൊക്കെ സൈഡായിട്ട് കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റാണ്. ഉള്ളൊക്കെ നല്ല വെന്ത്
പിന്നെ നല്ല ഇതായിരുന്നു, ജ്യൂസി ആയിരിക്കുന്നുണ്ട്, പുറമേ നല്ല ക്രിസ്പി ആയതുമാണ്, നല്ല ടേസ്റ്റാണ്. ഇതുപോലെ ബീഫ് കിട്ടുമ്പോൾ ഇതുപോലെയൊക്കെ ഒന്ന് എല്ലാവരും ഉണ്ടാക്കി മക്കൾക്ക് കൊടുക്കണം, എല്ലാവർക്കും വളരെയധികം ഇഷ്ടപ്പെടും.